സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോവാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഭീം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ മഹേന്ദ്ര സിംഗ് ധോനി. ഭീം ആപ്പിന്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോനി. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് എന്നാണ്? 2025 നവംബർ 1. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളമാണ്. സംസ്ഥാന വയോജന കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ കെ സോമപ്രസാദ്. വയോജന കമ്മീഷന്റെ അധ്യക്ഷൻ കെ സോമപ്രസാദ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി പ്രിയദർശിനി. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ പ്രത്യേക പരാമർശം ലഭിച്ച വയനാട്ടിലെ കാർഷിക വിള ഏത്? വയനാടൻ റോബസ്റ്റ കാപ്പിയാണ്. പദ്ധതിയുടെ പേരെന്താണ്? ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതി. വയനാട്ടിലെ വയനാടൻ റോബസ്റ്റ കാപ്പി. 100% അർബുദ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏത്? അർബുദ സാക്ഷരത കോട്ടയ്ക്കലാണ്. കോട്ടയ്ക്കൽ നഗരസഭ. ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നതെന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2026 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ എന്നാണ്. ഒബ്സർവിംഗ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമാറോ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത് പാറളമാണ്. പാറളം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്കുകളുള്ള പഞ്ചായത്ത് ഏതാണ്? പാറളം പഞ്ചായത്താണ്. രാജ്യത്തെ ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത് ദീപിക പദുക്കോണാണ്. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ്, അതുപോലെ ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത് കൊച്ചി വിമാനത്താവളമാണ്. നെടുമ്പാശ്ശേരി കൊച്ചി വിമാനത്താവളം. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. 2025 വൈദ്യശാസ്ത്ര നോബലിന് അർഹരായവർ ആരൊക്കെ? വൈദ്യശാസ്ത്ര നോബലിന് 3 പേരാണ്. മേരി ഇ ബ്രെങ്കോ, ഫ്രെഡ് റാംസ്റ്റൺ, ഷിമോൺ സാക്കാഗുചി. 2025 ഭൗതിക ശാസ്ത്ര നോബലിന് അർഹനായത് ആരൊക്കെയാണ്? ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോറേറ്റ, ജോൺ M. മാർട്ടിനസ്. ജോൺ ക്ലാർക്ക്, മിഷേൽ H. ഡെവോറേറ്റ, ജോൺ M. മാർട്ടിനസ് ഭൗതിക ശാസ്ത്ര നോബലിന് അർഹരായവർ. 2025 കെമിസ്ട്രി നോബൽ പുരസ്കാരം ലഭിച്ചത് സുസുമ കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി എന്നിവർക്കാണ്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ M. യാഗി. 2025 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 സാഹിത്യം ലാസ്ലോ ക്രാസ്നഹോർക്കെയാണ്. ലാസ്ലോ ക്രാസ്നഹോർക്കെ, ഹംഗറിയുടെ ലാസ്ലോ ക്രാസ്നഹോർക്കെ. 2025 സമാധാന നോബൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോയാണ്. സമാധാന നോബൽ ജേതാവ് മരിയ കൊറീന മച്ചാഡോ. റോഡ് അപകടങ്ങളിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കുന്ന സാധാരണക്കാരെ ആദരിക്കാനായി കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി രാഹ്വീർ. പദ്ധതിയുടെ പേര് രാഹ്വീർ. 49ാമത് വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ. കൃതി ഏതാണ്? തപോമയിയുടെ അച്ഛൻ. തപോമയിയുടെ അച്ഛൻ എന്ന കൃതി ആരുടേതാണ്? ഇ സന്തോഷ് കുമാറിൻ്റെതാണ്. 49ാമത് വയലാർ അവാർഡ് ജേതാവ്. വാട്സപ്പിന് പകരമായി ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്ത്യൻ കമ്പനിയായ
സോഹോ വികസിപ്പിച്ചെടുത്ത ആപ്പ് ഏതാണ്? അറാറ്റയാണ്. അറാറ്റെ. ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്, ലോക ജലദിനം മാർച്ച് 22 2026 തീം എന്ന് പറയുന്നത് വാട്ടർ ആൻഡ് ജെൻഡർ എന്നതാണ്. ജലവും ലിംഗഭേദവും. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രയോണ്ട. കേരള രാജ്ഭവന്റെ ഔദ്യോഗിക ഇൻഹൗസ് മാസികയുടെ പേര്. രാജ്ഭവന്റെ ഔദ്യോഗിക ഇൻഹൗസ് മാസികയുടെ പേരാണ് രാജഹംസം. ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ കഥ പറയുന്ന അദ്ദേഹം തന്നെ രചിച്ച പുസ്തകം ഏതാണ്? ദി സെക്കൻഡ് ഓർബിറ്റ്. പുസ്തകത്തിന്റെ പേര് ദി സെക്കൻഡ് ഓർബിറ്റ്. വിനോദസഞ്ചാര മേഖലകളിൽ വൃത്തി ഉറപ്പിക്കാൻ കേരള ടൂറിസം വകുപ്പ് 14 ജില്ലകളിലും നടപ്പാക്കുന്ന പദ്ധതി. ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. രാജ്യത്ത് 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ്? 100 വ്യവസായ പാർക്കുകൾ നിർമ്മിക്കാനായിട്ട്. ഭവ്യ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. പദ്ധതിയുടെ പേര് ഭവ്യ ഭാരത് ഔദ്യോഗിക് വികാസ് യോജന. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അലൂമിനിയം നിക്ഷേപം കണ്ടെത്തിയ കാറഡൂക്ക ഏത് ജില്ലയിലാണ്? എന്തിൻ്റെയാണ് അലൂമിനിയം നിക്ഷേപം? ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് കാറഡൂക്ക. ഇന്ത്യയിൽ ആദ്യമായി വിത്തില്ലാത്ത തണ്ണിമത്തൻ വികസിപ്പിച്ച സ്ഥാപനം പേര് ഷോണിമ. വികസിപ്പിച്ചത് വെള്ളാനിക്കര കാർഷിക സർവകലാശാലയാണ്. ഷോണിമ എന്നത് തണ്ണിമത്തൻ ഇനമാണ്. ലോകത്തിലെ ആദ്യ ഡോളർ ട്രില്യണയർ, $1,00,000 കോടി ആസ്തിയുള്ള വ്യക്തി ആരാണ്? ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര സീപോർട്ട് ലിമിറ്റഡിന്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായിട്ട് നിയമിതനായത് ആര്? ജെറോമിക് ജോർജ്. അടുത്തിടെ സ്വാതന്ത്ര്യലബ്ധിയുടെ 250 വാർഷികം ആഘോഷിച്ച രാജ്യം ഏതാണ്? 250 വാർഷികം അമേരിക്ക. 29 കിലോമീറ്റർ നീളമുള്ള പാക് കടലിടുക്ക് നീന്തി കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ഇഷാഖ് സിംഗ് ആണ്. 7 വയസ്സുകാരനായ ഇഷാഖ് സിംഗ്. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? അതിൻ്റെ ആസ്ഥാനം. 18ാമത്തെ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോൺ ആണ്. ആസ്ഥാനം വിശാഖപട്ടണം. കേരളത്തിന്റെ അത്യാധുനിക ദുരന്ത മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കവചം. കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം. കവചം. സംസ്ഥാന ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുവാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട്. ലോകത്തിൽ ഏറ്റവും അധികം ഉയരത്തിലുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന നീളം കൂടിയ ട്യൂബ് ടണൽ ഏതാണ്? സോജില തുരങ്കപാതയാണ്. സോജില തുരങ്കപാത. 2026 US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയ കൊറിയൻ ബാൻഡ് ഏത്? US ആർട്ടിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം BTS ആണ്. BTS. ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനും ആദ്യം മലയാളി എന്ന നേട്ടം കൈവരിച്ചതും ആര്? തക്സിൻ മുഹമ്മദ് ജംഷീദ്. കണ്ണൂർ സ്വദേശി തക്സിൻ മുഹമ്മദ് ജംഷീദ് ഫുട്ബോൾ ലോകകപ്പിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. തക്സിൻ മുഹമ്മദ് ജംഷീദ് ഫുട്ബോൾ ലോകകപ്പിൽ ഏത് രാജ്യത്തിന്റെ ടീമിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ഖത്തറിന്റെ ടീമിലാണ്. ഇന്ത്യയിലെ എത്രാമത്തെ ജനസംഖ്യാ കണക്കെടുപ്പാണ് 2027 നടക്കുന്നത്? 16ാമത്തെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ എത്രാമത്തെ എന്ന് ചോദിച്ചാൽ 8ാമത്തെ സെൻസസ് ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നടപ്പിലാക്കുന്ന സെൻസസ് ഏതാണ്? സെൻസസ് 2027 ആണ്. ലോകമെമ്പാടുമുള്ള 20 നഗരങ്ങളെ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന 20 സിറ്റീസ് ടുവേർഡ്സ് സീറോ വേസ്റ്റ് പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ തീരപ്രദേശം ഏതാണ്? വർക്കലയാണ്. വർക്കല. ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM ഗുരുഗ്രാം ആണ്. ഹരിയാനയിലെ ഗുരുഗ്രാം.
വേൾഡ് ആർച്ചറി 2025 പാരാ ആർച്ചർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ശീതൾ ദേവി. ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക്കൽ റോഡ് ഏത്? മ്യൂസിക്കൽ റോഡ് മുംബൈ കോസ്റ്റൽ റോഡാണ്. മഹാരാഷ്ട്രയിലെ മുംബൈ കോസ്റ്റൽ റോഡ്. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മാൾട്ടയാണ്. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് മാൾട്ട. ഇന്ത്യയിലെ ആദ്യ ഓർബിറ്റൽ ഡാറ്റാ സെന്റർ സാറ്റലൈറ്റ് ഏതാണ്? ഓർബിറ്റൽ ഡാറ്റാ സെന്റർ സാറ്റലൈറ്റ് പാത്ത് ഫൈൻഡർ ആണ്. പാത്ത് ഫൈൻഡർ. 2025 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? എക്കോയാണ്. എക്കോ. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹം ഏതാണ്? ദൃഷ്ടിയാണ്. ഉപഗ്രഹത്തിന്റെ പേര് ദൃഷ്ടി. ലോകത്തിലെ ആദ്യത്തെ ഒപ്റ്റോസാർ ഉപഗ്രഹമാണ് ദൃഷ്ടി. രാജ്യത്തെ പരമോന്നത നഴ്സിംഗ് ബഹുമതിയായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് കേരളത്തിൽ നിന്നും അർഹയായത് ആര്? VS മഞ്ജു മോളാണ്. VS മഞ്ജു മോൾ. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കടത്തിവിടുന്നത് ലക്ഷ്യമിട്ട് US ആരംഭിച്ച ദൗത്യമാണ് പ്രോജക്റ്റ് ഫ്രീഡം. 2025 രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരം ലഭിച്ചത് കേരളത്തിലെ ഏത് ബ്ലോക്ക് പഞ്ചായത്തിനാണ്? ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനാണ്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത്. നാനാജി ദേശ്മുഖ് സർവോത്തം പുരസ്കാരം. 2026 ആബേൽ പുരസ്കാര ജേതാവ് ആര്? ആബേൽ പുരസ്കാര ജേതാവ് ഗേറ്റ് ഫ്ലാറ്റിംഗ്സ് ആണ്. ഗേറ്റ് ഫ്ലാറ്റിംഗ്സ്. ഇന്ത്യയുടെ ഏത് പദ്ധതിയുടെ ഭാഗമായാണ് പ്രഹർ പോലുള്ള ആയുധങ്ങൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നത്? ആത്മനിർഭർ ഭാരത്. അൽഷിമേഴ്സ് രോഗം പ്രതിരോധിക്കുന്നതിൽ നിർണായകമാണെന്ന് ഡോക്ടർ ഷീജ നവക്കോട് കണ്ടെത്തിയ രാസസംയുക്തം ഏത്? ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ആണ്. AKG. ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് കണ്ടെത്തിയത് ആരാണ്? ഡോക്ടർ ഷീജ നവക്കോട്. എന്ത് പ്രതിരോധിക്കുന്നതിനാണ്? അൽഷിമേഴ്സ് രോഗം പ്രതിരോധിക്കുന്നതിന് നിർണായകമാണെന്ന് കണ്ടെത്തിയത്. ആർടെമിസ് 2 ദൗത്യത്തിൽ പങ്കെടുത്ത മിഷൻ സ്പെഷ്യലിസ്റ്റ് ആരായിരുന്നു? മിഷൻ സ്പെഷ്യലിസ്റ്റ് ക്രിസ്റ്റീന കോച്ച്. ആർടെമിസ് 2 ദൗത്യത്തിലെ യാത്രികർ ആരൊക്കെയായിരുന്നു? റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ. 4 പേരായിരുന്നു. റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ. ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISRO 2026 വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന ജപ്പാനുമായുള്ള സംയുക്ത ചാന്ദ്ര ദൗത്യത്തിന്റെ പേര് ലുപെക്സ് ആണ്. ലുപെക്സ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ. ലുപെക്സ്. സ്ത്രീകളുടെ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ട് കേരള വനിതാ കമ്മീഷൻ ആവിഷ്കരിച്ച പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ് വിൽ അംബാസിഡർ. പറന്നുയരാം കരുത്തോടെ ക്യാമ്പയിന്റെ ഗുഡ് വിൽ അംബാസിഡർ ആര്? മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യർ. 2025 ലോക ഭക്ഷ്യ പുരസ്കാരത്തിന് വേൾഡ് ഫുഡ് പ്രൈസ് അർഹനായത് ഡോക്ടർ മറിയാഞ്ചല ഹംഗ്രിയാണ്. ഡോക്ടർ മറിയാഞ്ചല ഹംഗ്രിയ. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച നഗരം ഏത്? നാറ്റോ ഉച്ചകോടി ഹേഗാണ്. നെതർലൻഡ്സിലെ ഹേഗാണ്. നെതർലൻഡ്സിലെ ഹേഗ്. സംസ്ഥാനത്തെ സർക്കാർ വാഹനങ്ങൾക്കായി അവതരിപ്പിച്ച പുതിയ രജിസ്ട്രേഷൻ കോഡ് ഏതാണ്? KL90 ആണ്. KL90. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പദവി ലഭിച്ച ഉത്സവം ഏതാണ്? ദീപാവലിയാണ്. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന ഏതാണ്? എഡ്യൂക്കേറ്റ് ഗേൾസ് ആണ്. എഡ്യൂക്കേറ്റ് ഗേൾസ് സ്ഥാപിച്ചത് ആരാണ്? സഫീന ഹുസൈൻ ആണ്. രമൺ മഗ്സസെ പുരസ്കാരം എഡ്യൂക്കേറ്റ് ഗേൾസ് സ്ഥാപിച്ചത് സഫീന ഹുസൈൻ. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റംസാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഏത്? ജയശ്രീ വെങ്കടേശ്വരൻ ആണ്. ജയശ്രീ വെങ്കടേശ്വരൻ. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രം ഏതാണ്?
സ്കിൻ ഓഫ് യൂത്ത് ആണ്. സ്കിൻ ഓഫ് യൂത്ത് വിയറ്റ്നാമീസ് ചിത്രമാണ്. സുവർണ മയൂരമാണ് ലഭിച്ചത്. യൂണിഫൈഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം. യൂണിഫൈഡ് പെൻഷൻ സ്കീം മഹാരാഷ്ട്ര. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനാണ് രാംനാഥ് കോവിന്ദ്. ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗ്രോത്ത് ഇന്ത്യ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെയിലാണ്. ലഡാക്കിലെ ഹാൻലെ. കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതി 1-0. 1-0 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? HIV. ദേശീയ ബഹിരാകാശ ദിനം. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നതെന്നാണ്? 2024 ജൂലൈ 1. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ദിവ്യ ദേശ്മുഖ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് കണ്ണൂരാണ്. സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം കണ്ണൂർ. ശ്രീനാരായണ ഗുരു രചിച്ച ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക്, എത്ര ഭാഷകളിലേക്കാണ്? 104 ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം ഏതാണ്? ദൈവദശകമാണ്. ദൈവദശകം. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യം അവതരിപ്പിച്ച് പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ച കർണാടക സ്വദേശി വിദുഷി ദീക്ഷ വി ആണ്. വിദുഷി ദീക്ഷ വി. ഭരതനാട്യം എത്ര മണിക്കൂറാണ്? 216 മണിക്കൂർ. ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം ജൂലൈ 10. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? ശുഭാംശു ശുക്ല. വികസിത് ഭാരത് ബിൽഡത്തോൺ ബ്രാൻഡ് അംബാസിഡർ ശുഭാംശു ശുക്ല. കേരളത്തിലെ അവക്കാഡോ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്പലവയൽ. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് സേതു. 2025 ബുക്കർ പ്രൈസ് നേടിയ നോവൽ ഏത്? ഫ്ലഷ്. നോവലിന്റെ പേര് ഫ്ലഷ്. ബുക്കർ പ്രൈസ് നേടിയ നോവലാണ് ഫ്ലഷ്. ജീവിതശൈലി രോഗങ്ങൾക്കെതിരെ ജനപങ്കാളിത്തത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? വൈബ് ഫോർ വെൽനസ്. വൈബ് ഫോർ വെൽനസ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ഏത്? ശ്രീകണ്ഠപുരമാണ്. കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം. സ്പൈസസ് ബോർഡ് തങ്ങളുടെ ഔദ്യോഗിക സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഇനം ഏതാണ്? ഉലുവയിലയാണ്. ഫെനുഗ്രീക്ക് ലീവ്സ്. കസൂരി മീത്തി. സ്പൈസസ് ബോർഡ് തങ്ങളുടെ ഔദ്യോഗിക സുഗന്ധ വ്യഞ്ജനങ്ങളുടെ പട്ടികയിൽ പുതുതായിട്ട് ഉൾപ്പെടുത്തിയത്. പൊതുമേഖലയിലെ ഇന്റർനെറ്റ് സേവന ദാതാക്കളായ കെ ഫോണിന്റെ ഔദ്യോഗിക ചിഹ്നം ഫിബോ എന്ന കടുവയാണ്. ഫിബോ എന്ന കടുവ. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രം ഏത്? ക്യൂറസോവയാണ്. ക്യൂറസാവോ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏത്? ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഗംഗ എക്സ്പ്രസ് വേ ആണ്. ഗംഗ എക്സ്പ്രസ് വേ. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ അത്യാധുനിക വകഭേദം ഏത്? ദിവ്യാസ്ത്ര. ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ അത്യാധുനിക വകഭേദമാണ് ദിവ്യാസ്ത്രം. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അടുത്തിടെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് ആര്? ചന്ദ്രശേഖർ ജോസഫ് വിജയ്. പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്, ഒപെക് പ്ലസ് എന്നിവയിൽ നിന്നും അടുത്തിടെ പിന്മാറിയ രാജ്യം ഏതാണ്? UAE ആണ്. UAE. 2028 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം UAE ആണ്. KPP നമ്പ്യാർ പുരസ്കാര ജേതാവ്. KPP നമ്പ്യാർ പുരസ്കാര ജേതാവ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണൻ.
കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 മലയാള വിഭാഗത്തിനുള്ള യുവ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അഖിൽ പി ധർമ്മജനാണ്. ഏത് കൃതിയാണ്? രാം കെയർ ഓഫ് ആനന്ദി. ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് ഗുരുഗ്രാമിൽ ആദ്യത്തെ LPG ATM ആരംഭിച്ചത്? ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് LPG ATM ആരംഭിച്ചത്. ചന്ദ്രനിലേക്ക് യാത്ര ചെയ്ത ആദ്യ വനിത ആര്? ക്രിസ്റ്റീന കോച്ച്. ആർട്ടമിസ് 2 ദൗത്യത്തിൽ പങ്കെടുത്ത കനേഡിയൻ ബഹിരാകാശ ഏജൻസിയിലെ യാത്രികൻ ആര്? ജെറമി ഹാൻസൺ. കനേഡിയൻ ബഹിരാകാശ ഏജൻസിയിലെ യാത്രികൻ ജെറമി ഹാൻസൺ. ആർട്ടമിസ് 2 ദൗത്യം എത്ര ദിവസമാണ് നീണ്ടുനിന്നത്? 10 ദിവസം. ആർട്ടമിസ് 2 ദൗത്യത്തിൽ പങ്കെടുത്ത മിഷൻ സ്പെഷ്യലിസ്റ്റ് നേരത്തെ പഠിച്ചതാണ്, ക്രിസ്റ്റീന കോച്ച്. കവി കെ സച്ചിദാനന്ദന്റെ ആത്മകഥയുടെ പേര് അവിരാമം. അവിരാമം ആരുടെ ആത്മകഥയാണ്? കെ സച്ചിദാനന്ദന്റെ ആത്മകഥയാണ്. 2026 റിപ്പബ്ലിക് പരേഡിന്റെ പ്രധാന പ്രമേയം എന്തായിരുന്നു? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ. അടുത്തിടെ നാസയിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. 2025 കേരളശ്രീ പുരസ്കാരം നേടിയ മാധ്യമ പ്രവർത്തകൻ ആര്? ശശികുമാർ. 2025 രമൺ മഗ്സസെ പുരസ്കാരം നേടിയ മാലദ്വീപിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തക ആര്? ഷാഹീന അലി. എവിടെയാണ്? മാലദ്വീപിൽ നിന്നുമുള്ള പരിസ്ഥിതി പ്രവർത്തകയാണ് ഷാഹീന അലി. 2025 ഓസോൺ ദിനത്തിന്റെ പ്രമേയം ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക്. 2025 ഓസോൺ ദിന പ്രമേയം. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്ക് ഏതാണ്? പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായിട്ടും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുമുള്ള ആദ്യ നഗരങ്ങൾ ഏതൊക്കെ? ഇൻഡോർ, ഉദയ്പൂർ എന്നിവയാണ്. ഇൻഡോർ, ഉദയ്പൂർ. 2025 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവർ ആരാണ്? കേരള പ്രഭ പുരസ്കാരം PB അനീഷ്, രാജശ്രീ വാര്യർ. PB അനീഷ് കാർഷിക മേഖല, രാജശ്രീ വാര്യർ കലാരംഗം. കായിക രംഗത്തെ മികച്ച നേട്ടത്തിന് 2025 കേരള ശ്രീ പുരസ്കാരം നേടിയതാരാണ്? അഭിലാഷ് ടോമി. ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്തത് ആര്? ദീപ ബാസ്തി. ദീപ ബാസ്തി. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ സുവർണ മയൂരം സ്വന്തമാക്കിയ വിയറ്റ്നാമീസ് ചിത്രമേത്? സ്കിൻ ഓഫ് യൂത്ത്. വെനസ്വേലൻ ഭരണാധികാരി നിക്കോളാസ് മഡ്രോയെ പിടികൂടാനായി കാരക്കാസിൽ US നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. യൂറോപ്യൻ യൂണിയന്റെ ഏകീകൃത കറൻസിയായ യൂറോ ഔദ്യോഗികമായി സ്വീകരിക്കുന്ന 21ാമത്തെ രാജ്യമേത്? ബൾഗേറിയയാണ്. ബൾഗേറിയ. 2026 ജനുവരി 1 മുതലാണ് യൂറോ ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചത്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായിട്ട് നിയമിതനായ നടൻ മോഹൻലാൽ. യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ആദ്യ ആധാറിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേര്? ആധാറിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേര് ഉദയ്. ആധാറിന്റെ ഭാഗ്യചിഹ്നമായ ഉദയ് രൂപകൽപ്പന ചെയ്തതാരാണ്? അരുൺ ഗോകുലാണ്. അരുൺ ഗോകുൽ. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളമാണ്. ആറളം. 2024 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ശാരദയ്ക്കാണ്. ശാരദ. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായത്? എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. കവി KG ശങ്കരപ്പിള്ള.
ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയത് 2025. മൊസാംബിക് മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷേലാണ്. ഗ്രാസ മാഷേൽ. 2026 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മുൻ കേരള മുഖ്യമന്ത്രി പത്മവിഭൂഷൺ VS അച്യുതാനന്ദനാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. നിയമരംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2026 പത്മവിഭൂഷൺ ലഭിച്ച മുൻ സുപ്രീം കോടതി ജഡ്ജി ആര്? KT തോമസ്. സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പ്രവർത്തനത്തിന് 2026 പത്മവിഭൂഷൺ നേടിയ പ്രശസ്ത എഴുത്തുകാരൻ ആര്? P. നാരായണൻ. കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2026 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹനായ മലയാളി താരമാര്? മമ്മൂട്ടിയാണ്. പത്മഭൂഷൺ മമ്മൂട്ടി. പൊതുപ്രവർത്തന മേഖലയിലെ മികച്ച സേവനത്തിന് 2026 പത്മഭൂഷൺ ലഭിച്ച മലയാളി വെള്ളാപ്പള്ളി നടേശൻ. ISROയിലെ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന 2026 പത്മശ്രീ ലഭിച്ച ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ AE മുത്തുനായകമാണ്. ഡോക്ടർ AE മുത്തുനായകം. പത്മശ്രീ. കലാരംഗത്തെ പ്രത്യേകിച്ച് മോഹിനിയാട്ടത്തിലെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് 2026 പത്മശ്രീ പുരസ്കാരത്തിന് അർഹയായത് ആര്? കലാമണ്ഡലം വിമല മേനോനാണ്. കലാമണ്ഡലം വിമല മേനോൻ. സ്വന്തമായി വനം നിർമ്മിച്ച് ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് മാതൃകയായ 2026 പത്മശ്രീ ലഭിച്ച പരിസ്ഥിതി പ്രവർത്തക ആര്? കൊല്ലയ്ക്കൽ G. ദേവകി അമ്മ. ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര 2026 ലഭിച്ച ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല. അശോക ചക്രം. ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സൈനിക ബഹുമതിയായ കീർത്തി ചക്ര ലഭിച്ച മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. 2026 ജനുവരിയിൽ കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായിട്ട് പ്രഖ്യാപിച്ചത് ബാസിലിസ് സബ്റ്റിലിസ് എന്ന ബാക്ടീരിയ. ബാസിലിസ് സബ്റ്റിലിസ്. 2026 ജനുവരി 28 വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്നത് അജിത് പവാർ. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ച വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2026 കാർഷിക വർഷമായി ആചരിക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന് കീഴിൽ ആരംഭിച്ച പുതിയ ഓൺലൈൻ ടാക്സി സർവീസിന്റെ പേര് ഭാരത് ടാക്സി. 68ാമത് ഗ്രാമി പുരസ്കാര വേദിയിൽ ഓഡിയോ ബുക്ക് നരേഷൻ സ്റ്റോറി ടെല്ലിംഗ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയ ലോക നേതാവ് ആര്? ദലൈ ലാമയാണ്. മെഡിറ്റേഷൻസ് ദ റിഫ്ലക്ഷൻസ് ഓഫ് ഹിസ് ഹോളിനസ് ദ ദലൈ ലാമ എന്ന ഓഡിയോ ബുക്കിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഏത് ശാസ്ത്രജ്ഞയ്ക്കാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ ടെസി തോമസ്. ഭൗമശാസ്ത്ര നോബൽ എന്നറിയപ്പെടുന്ന ക്രാഫോർഡ് പ്രൈസിന് 2026 അർഹനായ ഇന്ത്യൻ വംശജൻ വീരഭദ്രൻ രാമനാഥൻ. ക്രാഫോർഡ് പ്രൈസ്. പക്ഷികളുടെ സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങുന്ന ബേർഡ് അറ്റ്ലസ് തയ്യാറാക്കിയ ഇന്ത്യയിലെ രണ്ടാമത്തെ സംസ്ഥാനം ഗോവ. ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലെ മുഖ്യാതിഥി സുനിത വില്യംസ്. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നത് എവിടെയായിരുന്നു? കോഴിക്കോട്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെ തിരികെ കൊണ്ടുവരാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച ക്യാമ്പയിൻ തിരികെ. 2026 64ാമത് സംസ്ഥാന കലോത്സവ കിരീട ജേതാക്കൾ കണ്ണൂരാണ്. എവിടെ വെച്ചാണ് നടന്നത്? വേദിയായിരുന്നത് തൃശ്ശൂരാണ്. ജേതാക്കൾ കണ്ണൂർ. 2026 എന്തിൻ്റെയൊക്കെ അന്താരാഷ്ട്ര വർഷമായിട്ടാണ് UN പ്രഖ്യാപിച്ചത്? സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം.
ഇന്റർനാഷണൽ ഇയർ ഓഫ് ദ വുമൺ ഫാമർ. ഒന്നുകൂടി ഓർത്തു വയ്ക്കുക, സുസ്ഥിര വികസന സന്നദ്ധ പ്രവർത്തകരുടെ വർഷം, മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര വനിതാ കർഷക വർഷം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഏഷ്യൻ ഗെയിംസ് ജപ്പാൻ. നീതി ആയോഗ് ഇന്ത്യയുടെ ഇഞ്ചി തലസ്ഥാനമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മിസോറാമാണ് ഇഞ്ചി തലസ്ഥാനം. 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയത് മഹാരാഷ്ട്രയാണ്. 1ാം സ്ഥാനം നേടിയ സംസ്ഥാനം മഹാരാഷ്ട്ര. 2ാം സ്ഥാനം ജമ്മു കാശ്മീർ. 3ാം സ്ഥാനം കേരളം. കേരളത്തിന് 3ാം സ്ഥാനമാണ് ലഭിച്ചത്. 2026 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യൂണിക് എന്നാണ്. ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 4. 2026 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടങ്ങളും പരമ്പരാഗത വിജ്ഞാനവും സാംസ്കാരിക പൈതൃകത്തെ ആഘോഷിക്കുന്നു. വെറ്റ് ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി 2. ഇന്ത്യയിലെ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ്? അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമായ ഗ്യാനൈറ്റ്സ് രൂപീകരിച്ച സംസ്ഥാനം കേരളം. ഗ്യാനൈറ്റ്സ്. സംസ്ഥാന സർക്കാർ പുതുതായി രൂപവൽക്കരിച്ച വയോജന കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാരായിരുന്നു കെ സോമാ പ്രസാദ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മലയാളി താരം ആരാണ്? മോഹൻലാൽ ആണ്. മോഹൻലാൽ. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായ മോഹൻലാലിനെ ആദരിക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയുടെ പേര് മലയാളം വാനോളം ലാൽ സലാം. മലയാളം വാനോളം ലാൽ സലാം. 2025 ആബേൽ പുരസ്കാരം നേടിയ ജാപ്പനീസ് ഗണിത ശാസ്ത്രജ്ഞൻ ആര്? മസാക്കി കഷിവാര. മസാക്കി കഷിവാര. വിദ്യാഭ്യാസ രംഗത്തെ സംഭാവനകൾ പരിഗണിച്ച് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷഹൽ ഹസൻ മുസ്ലിയാർക്കാണ്. ഷഹൽ ഹസൻ മുസ്ലിയാർ. സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിന്നുള്ള ഏത് വ്യക്തിക്കാണ് 2025 കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്? MK വിമൽ ഗോവിന്ദ്. MK വിമൽ ഗോവിന്ദ്. 2025 കേരള ശ്രീ പുരസ്കാരത്തിന് അർഹയായ വിവിധ മേഖലകളിലെ സംഭാവനകൾ പരിഗണിക്കപ്പെട്ട വ്യക്തി ജിനുമോൾ മാരിയറ്റ് തോമസ് ആണ്. ജിനുമോൾ മാരിയറ്റ് തോമസ്. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച വിഖ്യാത മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവരാണ്. പത്മഭൂഷൺ PR ശ്രീജേഷ്, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, IM വിജയൻ എന്നിവർക്കാണ്. ദാദാ സാഹിബ് ഫാൽക്കെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അല്ലു അർജുനാണ്. അല്ലു അർജുൻ. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? S സോമനാഥനാണ്, മുൻ ISRO ചെയർമാൻ. mRNA സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റഷ്യ വികസിപ്പിച്ച ക്യാൻസർ വാക്സിൻ എൻഡ്രോമിക്സ്. വികസിപ്പിച്ചത് റഷ്യ. കുഷ്ഠരോഗത്തെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്ത ലോകത്തിലെ ആദ്യ രാജ്യം ജോർദാൻ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. റിപ്പബ്ലിക് ഓഫ് കൊറിയ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് മാലിന്യം ശേഖരിക്കുന്നതിനായിട്ട് നൽകിയ ഇലക്ട്രിക് ട്രൈസൈക്കിൾ ഹരിതവാഹിനി. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. വിദ്യാർത്ഥികൾക്ക് സാനിറ്ററി നാപ്കിൻ വാങ്ങാൻ പണം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ്.
നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും ഉത്തരാഖണ്ഡുമാണ്. 2023-24. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ സാൻ ഫെർണാണ്ടോ. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? ഉത്തരാഖണ്ഡ്. രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഗുജറാത്ത്. ക്യാൻസറിനുള്ള ഫലപ്രദ വാക്സിൻ വികസിപ്പിച്ചതായിട്ട് പ്രഖ്യാപിച്ച രാജ്യം? റഷ്യ. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? കമ്പാലത്തറയാണ്. ദേശീയ ന്യൂനപക്ഷാവകാശ ദിനം ഡിസംബർ 18. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയതിൻ്റെ എത്രാം വാർഷികമാണ് 2023 ആഘോഷിച്ചത്? 50. ഇന്ത്യയിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം 11. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ധർമ്മടം. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സിന്ദൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് രജിസ്റ്ററിൽ ആലേഖനം ചെയ്ത 2 ക്ലാസിക്കൽ ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ശ്രീമദ് ഭഗവത്ഗീത, നാട്യശാസ്ത്രം. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത സഫീന ലത്തീഫ്. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശലോൽപ്പന്നം കണ്ണാടിപ്പായ. ട്രൈബൽ ജീനോം സീക്വൻസിംഗ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഇന്ത്യ. മോൺത ചുഴലിക്കാറ്റ് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. കൂടുതൽ സ്ത്രീകൾ സൗജന്യമായി ബസ് യാത്ര ചെയ്യുന്നതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയ കർണാടക സർക്കാരിന്റെ പദ്ധതി ശക്തി പദ്ധതി. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് നെറ്റ്. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ഹൈഡ്രജൻ തീവണ്ടി നിർമ്മിച്ചത് പേരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി, ചെന്നൈയാണ്. വാൻകൂർ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ ഫോക്കസ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ദ്രൻസ് നായകനായ ചിത്രം ഭൂതലം. സംവിധാനം ശ്രീകാന്ത് പങ്ങപ്പാട്. 2025 വിശ്വസുന്ദരി പട്ടം നേടിയത് ഫാത്തിമ ബോഷ്. സ്വദേശ് സമ്മാൻ ദേശീയ പുരസ്കാരം നേടിയ കേരള സർക്കാർ സ്ഥാപനം KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് ലിമിറ്റഡ്. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായിട്ട് KVIS എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ചത് ചൈന. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിച്ച കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച നെൽവിത്തിനങ്ങൾ ജ്യോതി ഉമ. മുംബൈയിലെ കാർനാഗ് പാലം ഏത് പേരിലാണ് പുനർനാമകരണം ചെയ്തത്? കാർനാഗ് പാലം. സിന്ദൂർ പാലം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മയ്ക്കായിട്ട്. ഉൽക്കാവർഷം പ്രവചിക്കുവാനുള്ള ആധുനിക സിദ്ധാന്തം രൂപപ്പെടുത്തിയ മലയാളി ജ്യോതിശാസ്ത്രജ്ഞൻ അശ്വിൻ ശേഖർ. 2025 ജൂലൈയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത കേരളത്തിൽ നിന്നുള്ള വ്യക്തി സി സദാനന്ദൻ മാസ്റ്റർ. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഹ്രസ്വദൂര മിസൈൽ ഭാർഗവാസ്ത്രം. അവസാനത്തെ ചോദ്യം, 2025 ആസിയാൻ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ആസിയാൻ ഉച്ചകോടി മലേഷ്യൻ തലസ്ഥാനമായ കോലാലംപൂരിലാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.